പ്രൈസ് ദി ലോർഡ്. ഒരു സന്യാസഭയിലെ അംഗമെന്ന നിലയിൽ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ സമയം വന്നപ്പോൾ അത് ഡയഗ്നേറ്റിന് മുമ്പാണ് ഞങ്ങൾക്ക് വ്രത വാഗ്ദാനമൊക്കെ നടക്കുക. എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും തന്നെ അതിനുള്ള അപേക്ഷ സമർപ്പിച്ചു. ഞാനും അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ റെക്ടറച്ഛൻ ഓരോരുത്തരെയും വിളിച്ച് വ്യക്തിപരമായി സംസാരിക്കാറുണ്ട്. എന്നെ വിളിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ചമ്മാച്ചൻ വേണ്ടതുപോലെ ആലോചിച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണോ അപേക്ഷ നൽകിയത് എന്ന്. ഞാൻ അതെ എന്ന് മറുപടി പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല, ചമ്മാച്ചൻ കൂടുതൽ ഉഴപ്പുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന്. കോൺഫറൻസ് കഴിഞ്ഞു, ഞാൻ വെളിയിൽ വന്നു. എൻ്റെ ഭാഷയിലുള്ള മറ്റ് സുഹൃത്തുക്കളോട് ഞാൻ തിരക്കി, നിങ്ങളോട് എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞോ എന്നറിയാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന്. അപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ഒരു ഞടുക്കം ആരംഭിച്ചു. ഇപ്രാവശ്യം പെർപ്പച്വൽ ഹൗസ് എടുക്കാൻ സാധിക്കാതെ പോയാൽ പിന്നെ ഡീക്കൻ പട്ടമൊക്കെ വരികയാണ്, അതെടുക്കാൻ സാധിക്കാതെ വരും. ഡീക്കൻ പട്ടം എടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ സഭ മുഴുവനും അറിയും, ചിലപ്പോൾ നാട്ടുകാരും അറിഞ്ഞെന്ന് വരും. അപ്പോൾ നമ്മുടെ സൽപ്പേരെല്ലാം പോകും. പിന്നെ വൈദികനായതുകൊണ്ട് എല്ലാവരും തമ്മിലൊരു നോട്ടപ്പുള്ളിയായിരിക്കും. പിന്നെ വ്രതവാഗ്ദാനം നടത്താൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം എങ്ങനെയാണ്, എന്തിന് ഈ ചിന്തകൾ കുറേശ്ശെ തലയിൽ എരച്ച് കയറാൻ തുടങ്ങി. പെർപ്പച്വൽ ഹൗസിന് ഒരു മാസത്തെ ഞങ്ങൾക്ക് കോഴ്സും എല്ലാം ഉണ്ട്. ആ കോഴ്സ് മലബാറിലുള്ള ഞങ്ങളുടെ നൊബീഷ്യറ്റ് മന്ദിരത്തിലാണ് നടക്കുക. അങ്ങനെ എൻ്റെ ഭാഷയിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടെ ആ കോഴ്സിന് വേണ്ടി പോയി. വ്രതം എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യം അറിയിക്കുക സ്വാഭാവികമായും അതിന് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അറിവ് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, ഞാനും അറ്റൻഡ് ചെയ്യുന്നു. ആ കോഴ്സിന് അവിടെ ചെന്ന് കോഴ്സ് ആരംഭിച്ചു. എൻ്റെ തലയിൽ ഈ ചിന്തകൾ കൂടുതലായിട്ട് എരച്ച് കയറാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. 6-7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകപ്പാടെ അവശനാകാൻ തുടങ്ങി. ആരോടും എൻ്റെ പ്രശ്നമെന്ന് പറയാനായിട്ട് അവിടെ ആരും അവൈലബിൾ ആയിരുന്നില്ല. കോഴ്സ് നടത്താൻ വേണ്ടി പല അച്ഛന്മാരും പല സ്ഥലത്തു നിന്ന് വരുന്നു, ഒരു ക്ലാസ് എടുക്കുന്നു, പോകുന്നു. അങ്ങനെ 8-9 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ കോഴ്സിന് വന്ന ഞങ്ങളുടെ സഭയിൽപ്പെട്ട അച്ഛനല്ല, വേറൊരു സഭയിൽപ്പെട്ട വൈദികൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ കേട്ടു. കേട്ടതിന് ശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ചമ്മാച്ചൻ്റെ പ്രശ്നം പെർപ്പച്വൽ ഹൗസ് എടുക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചുള്ളതാണ്. അത് ചിലപ്പോൾ അനുവാദം തരാൻ സാധ്യതയില്ല എന്ന് ചമ്മാച്ചൻ്റെ മനസ്സിൽ ശക്തമായിട്ട് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഹൗസ് പിടിക്കും എന്നാണ് ചമ്മാച്ചൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. തുടർന്ന് അച്ഛൻ പറഞ്ഞു, ഹൗസ് അവർ പിടിക്കാതിരിക്കാനായിട്ടൊരു വഴിയുണ്ട്. ചമ്മാച്ചൻ പെർപ്പച്വൽ ഹൗസിനല്ലേ അപേക്ഷ കൊടുത്തത്, 1 വർഷത്തേക്കുള്ള ഹൗസിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ അവർ പിടിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ ആവശ്യത്തിലായി. ഇനി അത് മാറ്റിയിട്ട് 1 വർഷത്തേക്ക് വേണ്ടി മാത്രം
ഒരപേക്ഷ വയ്ക്കുക. അതിനൊന്നും പറ്റിയ ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിലെ കൺഫ്യൂഷൻ വർദ്ധിച്ചു. എല്ലാവരും രാത്രി സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആ നൊവിഷ്യറ്റ് മന്ദിരത്തിൻ്റെ ടെറസിൻ്റെ മുകളിലൂടെ നേരം വെളുക്കുന്നവരെ നടക്കും. പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, ഇരിക്കാനും പറ്റുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായി. ചുരുക്കി പറയട്ടെ, 28 ദിവസക്കാലത്തോളം ഉറക്കമില്ലാത്തവനായി ഞാൻ കഴിച്ചുകൂട്ടി. 28 ദിവസം കഴിഞ്ഞപ്പോൾ ജർണാളിച്ചൻ്റെ എഴുത്ത് വന്നു, ഈ പ്രാവശ്യം പെർപ്പച്വൽ വൗസ് എടുക്കണ്ട, 1 വർഷത്തേക്കുള്ള വൗസ് എടുത്താൽ മതി എന്ന്. അങ്ങനെ എല്ലാവരും നിത്യവ്രത വാഗ്ദാനം നടത്തിയപ്പോൾ ഞാൻ 1 വർഷത്തേക്കുള്ള വ്രത വാഗ്ദാനം നടത്തി. അന്ന് രാത്രിയിൽ ആ ലെറ്റർ കിട്ടി. അന്ന് രാത്രി ഞാൻ ഉറങ്ങി. കോഴ്സ് കഴിഞ്ഞു, വൗസ് റിന്യൂവൽ കഴിഞ്ഞു, വീണ്ടും പഠിക്കുവാനുള്ള അനുവാദമുണ്ട്. സെമിനാരിലേക്ക് വന്നു. സെമിനാരിൽ ക്ലാസ് തുടങ്ങി. എനിക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ഉറക്കം നഷ്ടപ്പെടുക, ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാതെ വരിക, പെട്ടെന്ന് കൂട്ടത്തിലുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുക, കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ. അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലേക്കൊക്കെ ഉൾവലിയുക. ഈ രീതിയിലൊക്കെയുള്ള അതുവരെയും എന്നിൽ കാണാത്ത ചില പ്രത്യേകതകളെല്ലാം കാണാൻ തുടങ്ങി. എനിക്ക് തന്നെ തോന്നി എൻ്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടാകാൻ പോവുകയാണ് എന്ന്. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കി. ഒരു സമയം വന്നു, ഇനി 1/2 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റുകയില്ല എന്ന്. അങ്ങനെ വെളുപ്പിനെ ഒരു 5 മണിക്ക് ഞാൻ റട്ടച്ചൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അച്ഛൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിന് വളരെ വിഷമതയായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മാറി നിൽക്കണം, അതിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന്. അപ്പോൾ അച്ഛൻ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, വീട്ടിലേക്കൊന്നും പോകണ്ട, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ആശ്രമത്തിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാവരും എഴുന്നേറ്റ് ചാപ്പലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഞങ്ങളുടെ സ്റ്റഡി ഹൗസ് വിദ്യാഭവനിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഞങ്ങളുടെ തന്നെ ഒരു ആശ്രമത്തിലേക്കാണ് പോയത്. അവിടെ എന്നെ സ്നേഹിക്കുന്ന ഒരു വൈദികനുണ്ട്, അതേ ഒരു ധ്യാനഗുരുവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വളരെ കാര്യമായ രീതിയിൽ സ്വീകരിച്ചു. എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം കേട്ടു. അദ്ദേഹം എന്നെ കൂടത്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി സംസാരിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് ചെറിയ തോതിലൊരു ആശ്വാസമെല്ലാം കിട്ടി. അങ്ങനെ 3 ദിവസക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സ്ഥലത്ത് ധ്യാനമുണ്ട്, ഞാൻ അതിനുവേണ്ടി പോവുകയാണ്, ഇനി 6 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരികയുള്ളൂ. അപ്പോൾ ചമ്മാച്ചനൊരു കാര്യം ചെയ്യുക, ബൈബിള് തുറന്ന് വായിക്കുക, അപ്പോൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം കിട്ടും എന്ന്. സെമിനാരിയിൽ ബൈബിൾ വായിക്കാറുണ്ട്, അത് ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമാണ്. സ്വന്തം ജീവിതത്തിൽ ഒരാശ്വാസം കിട്ടാൻ വേണ്ടി അന്നുവരെയും ബൈബിൾ കയ്യിലെടുത്തിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഏതായാലും അച്ഛൻ പോയി. ആ ചാപ്പലിൽ രാവിലെ കുർബാന കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വരാറില്ല. ഞാൻ ബൈബിൾ എടുത്ത് ചാപ്പലിൽ പോയിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞ പോലെ വായിക്കാനൊന്നും സാധിച്ചില്ല. ഞാൻ വെറുതെ താളുകൾ മറിച്ച് നോക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ചാപ്പലിൽ ചുമ്മാതിരിക്കും. ഇടയ്ക്ക് ബൈബിള് ഇങ്ങനെ തുറന്ന് വായിക്കും. ഒന്നും പതിയാറില്ല, ഒന്നും തോന്നാറുമില്ല. അങ്ങനെ 2-3 ദിവസം ചിലവഴിച്ചു. ഒരു ദിവസം ഞാനിതുപോലെ ബൈബിള് വിടർത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു വചനം എൻ്റെ കണ്ണിലുടക്കി.
അത് മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുക, എന്നിന്ന് പഠിക്കുക, അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ആശ്വാസം കണ്ടെത്തും എന്ന്. ആശ്വാസം കണ്ടെത്തും എന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് താല്പര്യമായി. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ആശ്വാസം കണ്ടെത്തും. എപ്പോഴാണ്? ഞാൻ ഒന്നും കൂടെ നോക്കി. 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുക: നുകം വഹിക്കുക, എന്നിന്ന് പഠിക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, നുകമാണല്ലോ വഹിക്കുന്നത്, പിന്നെന്താണ് ആശ്വാസം കിട്ടുന്നില്ല, ഭാരം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുക. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു വാക്ക് ശ്രദ്ധിക്കപ്പെട്ടത്: എൻ്റെ നുകം വഹിക്കുക, എന്നിൽ നിന്ന് പഠിക്കുക. ഞാൻ ആലോചിച്ചു, ഞാനിപ്പോൾ വഹിക്കുന്ന ഈ നുകം ആരുടേതാണ്? എൻ്റെ മനസ്സ് മുഴുവനും പറയുന്നുണ്ട്, ഈ കുരിശ് അധികാരികൾ മനഃപൂർവ്വം തന്നതാണ് എന്നാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വഹിക്കുന്നത് അവരുടെ കുരിശാണ്. ഈശോ പറയുന്നത് ഈശോയുടെ കുരിശ് വഹിച്ചാൽ ആശ്വാസം കിട്ടും എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഓർക്കാൻ തുടങ്ങി. എന്തായാലും എനിക്ക് മനസ്സിലായി, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇത് ദൈവ കൈകളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന്. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ദൈവ കൈകളിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ, ദൈവം തന്നതാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് അധികാരികളോട് വെറുപ്പോ ദേഷ്യമോ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവരോടങ്ങ് ക്ഷമിക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അധികാരികളോട് മനസ്സുകൊണ്ട് ക്ഷമിച്ച് ദൈവ കൈകളിൽ നിന്ന് അത് സ്വീകരിച്ചു. അങ്ങനെ ഒരു അനുഭവവും പ്രാർത്ഥനയും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കുറേ സമയമെടുത്തു നടന്നൊരു പ്രക്രിയയാണ്, ഞാൻ പെട്ടെന്ന് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരം പയ്യെ കുറയാൻ തുടങ്ങി. ഞാൻ അത്ഭുതകരമായ രീതിയിൽ രാത്രിയിൽ ഉറങ്ങി. പിന്നെ ഒരിക്കലും ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറേ ഫ്രീ ആയി. അച്ഛനും ധ്യാനമെല്ലാം കഴിഞ്ഞ് വന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് സെമിനാരിൽ ചെന്നു, വീണ്ടും പഠനം ആരംഭിച്ചു. പിന്നെ എനിക്ക് ഉറക്കത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ഏതാനും മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി എന്നിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ സാധാരണ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രയാസം നമ്മളെ കയറി പിടിച്ച ഒരു സംഭവം ഇപ്പോഴാണ് ഉണ്ടായത്. അതുവരെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കങ്ങ് കളയാവുന്നതേ ഉള്ളൂ. ഇത് അങ്ങനെയായിരുന്നില്ല. ദുഃഖവും വേദനകളും എല്ലാം ഇങ്ങോട്ട് കയറി പിടിച്ചിട്ട് നമ്മൾ കുടഞ്ഞിട്ട് പോകാത്ത വണ്ണം നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അനുഭവം അന്ന് വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രയാസം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഉറക്കം നഷ്ടപ്പെടുകയും സ്വസ്ഥതയില്ലായ്മ വരികയും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി അത് തീരുകയുമൊക്കെ ചെയ്യുക, അതൊന്നും അന്ന് വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, അങ്ങനെ പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ ഞാൻ അനുഭവിച്ച വേദനയിലൂടെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, അങ്ങനെയുള്ള പ്രയാസമുള്ളവരെ തിരിച്ചറിയുവാനുള്ള ഒരു അനുഗ്രഹവും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ എൻ്റെ ബാച്ചിലുള്ള ആളുകൾ
ഡയക്ലൈൻറ്റ് എടുക്കുമ്പോൾ എനിക്കും അവരുടെ കൂടെ എടുക്കുവാനുള്ള അനുഗ്രഹം കിട്ടി. എൻ്റെ വൗസ് റിന്യൂ ചെയ്യാൻ, പെർപ്പച്വൽ വൗസ് എടുക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാം നേരെയായി. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു യാത്രയിൽ ബസ്സിൽ വെച്ച് ഒരു യുവാവിനെ കണ്ടുമുട്ടി. ഞാനവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവനെന്തോ പ്രയാസത്തിൽ നീങ്ങുന്നവനാണ് എന്ന്. അതുകൊണ്ട് ഞാൻ അവനോട് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാനും ഇടപെടുവാനും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പുള്ളിക്കാരൻ സെമിനാരിയിൽ നിന്ന് വിട്ടിട്ട് വീട്ടിൽ പറയാതെ പുള്ളി എങ്ങോട്ടെങ്കിലും എന്ന നിലയിൽ വണ്ടിയിൽ കയറിയിരിക്കുന്ന ഒരാളാണ് എന്ന്. പ്രൈസ് ലോർഡ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അന്ന് ഞാൻ പാസ്റ്ററിന് പോകുന്ന പള്ളിയിലേക്ക് കൊണ്ടുപോയി പുള്ളിക്കാരനെ മത്തായി 11:29 എടുത്ത് വായിപ്പിച്ച് ഞാൻ നടത്തിയ പ്രോസസ്സിലൂടെ തന്നെ പുള്ളിക്കാരനെ ഞാനൊന്ന് നടത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നേരം വെളുത്തപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ മനസ്സിലിപ്പോൾ നല്ല ശാന്തിയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിക്കൊള്ളാം എന്ന്. ഹല്ലേലൂയ. പിന്നീട് ഞാൻ പോപ്പുലർ മിഷൻ പ്രമാണിച്ച് പല ഇടവുകളിലും വീട് സന്ദർശനായി പോകുമ്പോൾ പലരെയും കൗൺസിലിംഗ് നടത്താറുണ്ട്. എൻ്റെ കൗൺസിലിങ്ങിന് ഒരൊറ്റ തിയറിയേ ഉള്ളൂ, മത്തായി 11:29 എടുക്കുക, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ പഠിപ്പിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ക്ഷമിക്കാനായിട്ട് അതുവഴി അവർക്ക് സാധിക്കുന്നു, അങ്ങനെ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പലരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പള്ളിയിൽ അച്ഛന്മാർ പലരും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഇരിക്കുന്ന ആളുകൾ എന്തൊക്കെയോ വിഷമത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഈ തിയറിയും തത്വമൊന്നും അവർക്ക് പിടിക്കുന്നില്ല, അവരെ അത് യേശുന്നില്ല. അവരവരുടേതായ പ്രശ്നങ്ങളിൽ കിടക്കുന്നവരാണ്. അതിൽ നിന്നുള്ളൊരു വിടുതലാണ് അവർക്ക് പ്രഥമവും പ്രധാനവുമായി വേണ്ടത്. എങ്കിലേ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു ബോധം എൻ്റെ ഉള്ളിലുണ്ടായി. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്ന പല വ്യക്തികളെയും അവരുടെ അനുഭവങ്ങളും സംഭവങ്ങളും എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ധ്യാനത്തിൽ പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. വൈദികനായ ഉടനെ തന്നെ എന്നെ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിയോഗിക്കുകയും പിന്നീട് ഡയറക്ടറായി തീരുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ ധ്യാനവേദിയിൽ പ്രവർത്തിക്കുകയാണ്. ഞാനിവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഒരുപക്ഷേ ഇങ്ങനൊരു അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു വൈദികൻ എന്ന നിലയിൽ എന്ത് ശുശ്രൂഷ ചെയ്യും? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവവിളി തന്നെ ദൈവം എനിക്ക് അത് വേർതിരിച്ച് കാണിച്ച് വ്യക്തമാക്കി തന്നത് വാസ്തവത്തിൽ അന്ന് അങ്ങനെ ഒരു തകർച്ചയിലൂടെ കടന്നുപോയപ്പോഴാണ്. അത് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അനുഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് തന്നെ എന്നെ അത് വഴിതിരിച്ചു വിടുവാനായിട്ട് ഇടയാക്കി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 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 തന്നെയുമെല്ലാം എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ഒരടിസ്ഥാനപരമായ മനസ്സും എനിക്ക് അത് രൂപപ്പെടുത്തി തന്നു. ഞാനത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പേ കുറേ രോഗവും പ്രയാസവും വിഷമതയൊക്കെയായി
ധ്യാനിക്കാൻ വന്ന ഒരു യുവാവുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ കഷ്ടപ്പാടും ക്ലേശങ്ങളെല്ലാം ചെകുത്താൻ്റെ ഒരു പണിയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ചെകുത്താൻ മാത്രമല്ല, ചെകുത്താനും ദൈവവും കൂടി ചേർന്നുള്ളൊരു കൂട്ടുപരിപാടിയാണെന്നാണ് മനസ്സിലായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്നാണ് ഈ ചിന്ത കിട്ടിയത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതേ, ജോബിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായത് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? ജോബിൻ്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം അനുവാദം കൊടുത്തു, ചെകുത്താൻ പ്രവർത്തിച്ചു, രണ്ടുപേരും കൂടി ജോബിനെ ഒതുക്കി. അത് തന്നെ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ്റെ ചില ഉദ്ദേശങ്ങൾ കാണും, ദൈവത്തിൻ്റെ ഉദ്ദേശവും ഉണ്ട്. ഒരാൾ നമ്മളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചില ഉദ്ദേശങ്ങൾ കാണും. പക്ഷേ അത് അനുവദിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ജെറമിയ 29:11 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എപ്പോഴും നല്ലതാണ്. ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരികയില്ല. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ഉദ്ദേശവും കാണും, ചിലപ്പോൾ അതിനോട് ചേർന്ന് ചെകുത്താൻ ഉദ്ദേശമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരാൾ കടയിൽ ചെന്ന് ഒരു ഓറഞ്ച് വാങ്ങിക്കുന്നു. ഓറഞ്ച് വളരെ മധുരമുള്ളതാണെന്നറിയാം. വാങ്ങിച്ച ഉടനെ തന്നെ അതിൻ്റെ പുറംതൊലി നക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് വ്യക്തി ചോദിക്കുകയാണ്, ഇതാണോ ഓറഞ്ച് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ദൂരെ കളയുന്ന ഒന്നാണ്. തൊലി നമ്മൾ ദൂരെ കളയുന്ന ഒന്നാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മാർദ്ദവമായ കാര്യമാണ്. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ഉദ്ദേശം കാണും, സാത്താൻ്റെ ഉദ്ദേശങ്ങൾ കാണും. അതെല്ലാം ഈ ഓറഞ്ചിൻ്റെ പുറന്തോട് പോലെ നമ്മൾ കളയുന്ന ഒന്നാണ്. നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവിക ഉദ്ദേശത്തിലേക്ക് നോക്കേണ്ടത്? ദൈവിക ഉദ്ദേശത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. എന്നാലേ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കാണ് ദൈവിക ഉദ്ദേശം വെളിപ്പെട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. മനുഷ്യകരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നവരോ അവരുടെ ദുരുദ്ദേശങ്ങളെല്ലാം നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരും. അത് നമ്മളെ അകൽച്ചയിലേക്കും വിദ്വേഷത്തിലേക്കും ഒക്കെ ആയിരിക്കും നയിക്കുക. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ദൈവിക ഉദ്ദേശത്തിലേക്ക് പയ്യെ നയിക്കാൻ തുടങ്ങും. അത് നമ്മളെ വളർത്താൻ തുടങ്ങും, നമ്മൾ വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും വിഷമതകളെയും എല്ലാം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉദ്ദേശത്തെ നമ്മൾ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് കഴിയണം. അങ്ങനെ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതോട് തന്നെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും. അവരുടെ ഉദ്ദേശം നമ്മളെ മുറിവേൽപ്പിക്കുകയില്ല, അത് നമ്മളെ പീഡിപ്പിക്കുകയില്ല, നമ്മളതിനെ ഫോളോ ചെയ്യുന്നേയില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, നമ്മളെ വളർത്തുന്ന പദ്ധതി, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളെ
മനുഷ്യരോടെല്ലാം ക്ഷമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതാ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയും വേദനയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റ് വിഷമതകളുമൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള ഇന്ന വ്യക്തികൾ വഴി എനിക്കുണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ അധികാരികൾ വഴി എനിക്കുണ്ടായതാണ്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ചില വ്യക്തികൾ വഴി എനിക്കുണ്ടായതാണ്, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ വഴി എനിക്കുണ്ടായതാണ്, എന്തിന് ചിലപ്പോൾ എൻ്റെ മാതാക്കന്മാർ വഴി ഉണ്ടായതാണ്, എൻ്റെ വീട്ടിലുള്ളവർ വഴി എനിക്കുണ്ടായതാണ്. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവരുമൊക്കെ കാരണമാണ് ഞാൻ ഇന്ന് ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചിഞ്ചായി വേദനിച്ചു കൊണ്ടിരിക്കുന്നത്, ഇഞ്ചിഞ്ചായി നുറുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളുടെ വളരാത്ത മനസ്സും ഇടുങ്ങിയ ചിന്താഗതിയും തീർത്ത അവരുടെ സ്വഭാവം മൂലമുണ്ടായ ഏതോ ഒരവസ്ഥ, ഈ അവസ്ഥ തീർത്ത ഏതോ കല്ലറയ്ക്കകത്ത് ഞാനിങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ ചിന്ത മൂലം ഇതാ എൻ്റെ സമാധാനവും സ്വസ്ഥതയും നശിച്ച് ഞാൻ നിരന്തരമായി നീറി അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചിന്തയുടെ കല്ലറയിൽ നിന്ന് ഇതാ യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. നീ ഈ ചിന്തയുടെ കല്ലറയ്ക്കകത്ത് കിടക്കാനുള്ളതല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു വിളിയുണ്ട്. അതിനാൽ ഇതാ യേശു നിന്നെ വിളിക്കുന്നു. ഈ ചിന്തയുടെ കല്ലറയെ ഉപേക്ഷിച്ച് ദൈവിക പദ്ധതിയിലേക്ക് നീ എഴുന്നേറ്റ് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divinetv@gmail.com. Website www.drcm.org.